അതിശക്തമായ ചിന്തകളെ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്ത് മറ്റൊരാളുടെ ബോഡിയിലോട്ട് അല്ലെങ്കിൽ അവരുടെ കോൺഷ്യസിലോട്ടോ അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. വൈറ്റ് എനർജി മെസ്മറിസം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ എനർജീനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുക, മൂലാധാരത്തിൽ നിന്ന് അത് ഉയർത്തിക്കൊണ്ടുവരിക. പറ്റുന്നില്ല. ഈ മന്ത്രവാദത്തിന്റെ വേറൊരു മനസ്സിനെ സ്വാധീനിക്കുന്നതിന്റെ ഒരു വേറൊരു വേറെ. അതെ, മെസ്മറിസം സാറ് കേട്ടിട്ടുണ്ടോ? മെസ്മറിസം സാർ ക്ലാസ് എടുത്തതാണ്. അതെ, ബ്ലൈൻഡ് ഫോൾഡിന് വന്നപ്പോൾ ക്ലാസ് എടുത്തായിരുന്നു. ഈ മെസ്മറിസം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മേഖലയിൽ നിൽക്കുന്നത് ജ്യോതിഷികൾ, അല്ലെങ്കിൽ ഇപ്പോൾ സാറിനെ പോലെ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ മുതൽ ഹീലിംഗ് സെക്ഷൻ, അപ്പോൾ അത് പ്രാൺ ഹീലിംഗ് ആവാം. ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ ഏറ്റവും തെളിവുകൾ സഹിതം നമുക്ക് നിരത്തി വെക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് മെസ്മറിസം എന്ന് പറയുന്നത്. അത് സാറ് വീഡിയോസ് കണ്ടിട്ടുണ്ടോ? വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഓക്കെ. അതായത് അതിശക്തമായ ചിന്തകളെ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്ത് മറ്റൊരാളുടെ ബോഡിയിലോട്ട് അല്ലെങ്കിൽ അവരുടെ കോൺഷ്യസിലോട്ടോ അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശക്തമായ ചിന്ത, ആ ചിന്തയിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. റിലാക്സേഷൻ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് മണി ബ്ലോക്ക് ആണെങ്കിൽ അത് ആഡ് ചെയ്യാം, അതല്ല ഇനി അവർക്ക് എന്തെങ്കിലും ഫാമിലി വരെ ഇഷ്യൂസ് ആണെങ്കിൽ ഇത് ആഡ് ചെയ്യാം. ഇത് നമുക്കൊരു വ്യക്തിയോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ മുന്നിൽ, ഇപ്പോൾ സാറിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പോലും എനിക്കിത് ട്രാൻസ്ഫർ ചെയ്യാം സാറിലോട്ട്. അപ്പോൾ സാറിനിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്യണം. ഇഷ്യൂ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ ഉള്ളിലെ ആ ഇഷ്യൂവിൻ്റെ ഇമോഷൻ മാറിയാൽ സാറിന് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. പലപ്പോഴും ഇപ്പം നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് അതിനകത്ത് സങ്കടമോ വിഷമമുള്ള സമയത്തായിരിക്കും നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്തത്. അതിനെടുത്ത് കളഞ്ഞാൽ പിന്നെ സൊല്യൂഷൻ കാണാൻ വളരെ ഈസിയാണ്. അപ്പോൾ പല ആളുകളുടെയും ഇപ്പം നമ്മുടെ മുന്നിൽ വരുന്ന ഇപ്പോൾ സാറിന് തന്നെ അത് കൃത്യമായിട്ട് അറിയാം, ഒരുപാട് ആളുകളുടെ അവരുടെ ഇഷ്യൂസും പ്രോബ്ലമായിട്ടൊക്കെ മുന്നിൽ വരുമ്പോഴും അവർക്കത് കണ്ടെത്താൻ പറ്റാത്തത് അവരുടെ ഉള്ളിലുള്ള വേദനകളും സംഘടനകളും കൊണ്ടാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ അച്ഛനിൽ നിന്ന് കിട്ടിയതാവാം, അമ്മയിൽ നിന്ന് കിട്ടിയതാവാം, ഭർത്താവിൽ നിന്ന് കിട്ടിയതാവാം, ബന്ധുക്കളിൽ നിന്ന് കിട്ടിയതാവാം. അതിൻ്റെയും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇമോഷൻ മാറുമ്പോഴാണ്. അപ്പോൾ ഈ മെസ്മറിസം നമുക്ക് ഇത്തരത്തിലുള്ള ഹീലിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്, ഏറ്റവും നല്ലൊരു ടൂളാണ്. അത് കൃത്യമായിട്ട് നല്ല ആളുകളുടെ അടുത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള മുഴുവൻ കാര്യങ്ങളും. ഇതിന് ചെറിയ സൈഡ് എഫക്റ്റുകളുണ്ട്. ഇപ്പോൾ ഹിപ്നോട്ടിസം പോലെയല്ല മെസ്മറിസം. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാറിന് അറിയാലോ, നമ്മളൊരു എനർജി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കളിക്കുന്നത് വളരെ ഡേഞ്ചറായ ഒരു പ്ലേയാണ്. പലപ്പോഴും ഇപ്പോൾ സാറാണെങ്കിൽ പോലും ഒരു കാര്യത്തെ കണ്ടെത്തുക അല്ലെങ്കിൽ ആ കാര്യത്തിന് സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എനർജി വെച്ചിട്ടുള്ള പ്ലേയാണ്. തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റേതുപോലെയല്ല, നമ്മളൊരു സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ ആളിലുള്ള നെഗറ്റിവിറ്റി ആണോ, ആ ആളിലുള്ള കാർമിക്കാണോ, അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. അത് പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും കുറേ നാളത്തേക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ നെഗറ്റീവ് ഷെയറുകൾ ഇതിനുണ്ട്. അത് എല്ലാ എനർജി ഹീലിങ്ങിനും ഇതുണ്ട്. ഇപ്പം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങുമ്പോൾ പോലും ഒരു പക്ഷേ അത് നമുക്ക് ട്രാൻസ്ഫർ ആവാം. ശരിയല്ലേ? അതിന് നമ്മളെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉപാസന കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മളെടുക്കുന്ന പ്രൊട്ടക്ഷനാണ് ഒരു പക്ഷേ നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ടൂളാണ് മെസ്മറിസം. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് വൈറ്റൽ എനർജി മെസ്മറിസം എന്ന് പറയുന്നൊരു ടെക്നിക്ക് നൂറ്റാണ്ടുകളായി ഹിപ്നോട്ടിസത്തിനൊക്കെ മുമ്പേ കണ്ടെത്തിയ ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ അത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വൈറ്റൽ എനർജി മെസ്മറിസമായിട്ട്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഹൈ ലെവൽ ഓഫ് മെഡിറ്റേഷനും യോഗയും ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റൽ എനർജിനെയാണ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ മെസ്മറിസം പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനർജി എന്താണെന്ന് ഇവർക്ക് അറിയില്ല, എനർജി ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, എനർജി സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് എനർജീനെ നമ്മൾ അടുത്തറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഒരു പക്ഷേ നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം, ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലോട്ട് തുളഞ്ഞു കയറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഇത് ഓരോ ആളുകൾക്കും ഇപ്പോൾ സാറിന് അറിയാലോ, ഇപ്പോൾ സാറിപ്പോൾ തേങ്ങ വെച്ച് ചെയ്യുന്നതാണെങ്കിലും സാറിൻ്റെ ബോഡിയിലോട്ട് അത് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഒരു സാന്നിധ്യം, ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ മെസ്മറിസത്തിൽ അടുത്ത ഘട്ടത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ഓരോ സ്റ്റുഡൻസും ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നൊരു ടാസ്ക്. എന്താണ് എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനുശേഷം ഇതെങ്ങനെയാണ് നമ്മുടെ ഓൺ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. രണ്ട് ടൈപ്പ് ഓഫ് മെസ്മറിസം ഉണ്ട്. ഒന്ന് മന്ത്ര മെസ്മറിസം ഉണ്ട്, ഒന്ന് വൈറ്റൽ എനർജി മെസ്മറിസം ഉണ്ട്. മന്ത്ര മെസ്മറിസം മന്ത്രങ്ങൾ ഉരുവിട്ടിട്ട് എനർജി ഡെവലപ്പ് ചെയ്ത് അതിന് ഈ പറയുന്ന നമുക്ക് എന്താണോ സജഷൻസ് വേണ്ട അല്ലെങ്കിൽ എന്ത് വേണോ വേണ്ട അതിലോട്ട് ആഡ് ചെയ്തിട്ട് അത് പമ്പ് ചെയ്യുന്ന കാര്യമാണ്. വൈറ്റൽ എനർജി മെസ്മറിസം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല.
നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ എനർജീനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുക, മൂലാധാരത്തിൽ നിന്ന് അത് ഉയർത്തിക്കൊണ്ടുവരിക. അത് അന്നത്തെ ഇപ്പോൾ ഈ പഠിക്കാൻ വരുന്ന പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇതെന്താണെന്നുള്ളത്. ഈ എനർജി എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നതും നട്ടലിലൂടെ എങ്ങനെയാണ് ഇത് മുകളിലോട്ട് ഉയർന്നു വരുന്നതും ഇത് പമ്പ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താണെന്നുള്ള സാധനം മനസ്സിലാവും. അതായത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും ഏറ്റവും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു പോയിന്റാണ് നമ്മുടെ കൈ. ഈ കയ്യിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് എനർജി എടുത്ത് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അവിടെ ബോധരഹിതൻ എൻ്റെ ഒരു സ്റ്റേറ്റിലോട്ട് കടന്നു പോകും, നേരെ കുഴഞ്ഞു വീഴും ഇവിടെ. അത് ഈ കാന്തികമായിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റലായിട്ടുള്ള എനർജീനെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പാസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കിയിരിക്കണം, നമ്മളിൽ നിന്ന് എന്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റിയോ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൂടി ബാധിക്കും. അപ്പോൾ മെസ്മറിസം ചെയ്യുന്ന അല്ലെങ്കിൽ മെസ്മറിസം പഠിക്കണമെന്നോ ഇത് ചെയ്യണം എന്നുള്ള ആളുകൾ എപ്പോഴും പോസിറ്റീവായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓപ്പോസിറ്റ് പോകുന്ന ആളിലോട്ട് ഫുൾ അവരുടെ ചക്ര ഹീലിംഗ് ഉൾപ്പെടെ അവരുടെ ഓറ ഗ്ലെൻസിങ് ഉൾപ്പെടെ സംസാരിക്കാതെ ഒരു വാക്ക് പോലും പറയാതെ മൊത്തത്തിൽ നടക്കും. ഇപ്പോൾ എപ്പോഴും ഉണ്ടാവുന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ സാർ, നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുള്ള ഒരാൾ വരുന്നു, ആളുടെ പ്രശ്നം പറയുന്നു, ഒരു പക്ഷെ അതായിരിക്കില്ല ആളുടെ പ്രശ്നം, ശരിയാ, അതായിരിക്കില്ല അവർ പറയുന്നത് അവിടെ ഇമോഷനാണ്. കറക്റ്റ്. അത് പ്രശ്നം വേറെ ആയിരിക്കും. നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതല്ല പ്രശ്നമിൻ്റെ പ്രശ്നം വേറെയാ. പക്ഷെ ആ പ്രശ്നം അവർക്ക് പറയാനറിയില്ല. അവർക്ക് പറഞ്ഞു വരുമ്പോൾ അവർ വേറെ എന്തെങ്കിലും ആയിപ്പോവും, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു തരിക. അത് കൃത്യമായി ഇപ്പോൾ സാറിനെപ്പോലുള്ള ആൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ പ്രശ്നം എന്താണ് എന്നുള്ളത്. നമുക്ക് ഒരു ജ്ഞാനം പോലെ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ പോലെ നമുക്കത് ഫീൽ ചെയ്യും. അവിടെ നിന്നായിരിക്കും അതിൽ സൊല്യൂഷൻ കൊടുക്കുക. അല്ലാതെ ഇവരുടെ സങ്കടങ്ങൾക്ക് സൊല്യൂഷൻ കൊടുത്താൽ ഈ ജന്മത്തിൽ അവസാനിക്കില്ല. സങ്കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ സാധനം. അപ്പോൾ ഈ മെസ്മറിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം നമ്മുടെ അടുത്ത് പറയണ്ട, ഇവരുടെ പ്രശ്നം അവർ ചിന്തിച്ചാൽ മാത്രം മതി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ഇതെപ്പോഴും മെസ്മറിസം പലപ്പോഴും ചെയ്യുന്നത് സബ് കോൺഷ്യസിനെ ഡയറക്റ്റായിട്ട് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാ മെമ്മറീസും പോയി കിടക്കുന്നത് സബ് കോൺഷ്യസിലാണ്. ഈ എനർജി പാസ് ചെയ്ത് കോൺഷ്യസ് കട്ടാക്കി സബ് കോൺഷ്യസിലോട്ട് എൻട്രി ചെയ്യിപ്പിച്ചിട്ട് നേരെ അതിലുള്ള ഡേറ്റാവിന് മുഴുവനും ഗ്ലെൻസ് ചെയ്യാം. നമ്മുടെ ഓരോ വാക്കുകളും എനർജി ആയിട്ടാണ് സേവ് ആവുന്നത്. നമ്മുടെ ഓരോ വാക്കും പുറത്തോട്ട് പോകുന്നത് എനർജി ആയിട്ടാണ്. അപ്പോൾ ആ എനർജി ഉപയോഗിച്ച് തന്നെ, ഒരു ഹൈ എനർജി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിനെ ഹീൽ ചെയ്യാം. ഇതാണ് മെസ്മറിസം. ഇത് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഇതുള്ളത്. ഈ മെസ്മറിസം പഠിച്ച ഒരാൾ, ഇവർക്ക് പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു കാശ് വേണം, നല്ല പണക്കാരനാണ്, ഇങ്ങനെ കാശ് തരുന്നില്ല എന്ന് വെച്ചോ. ഇത് ഉപയോഗിച്ച ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഇങ്ങേരുടെ അടുത്ത് ചെന്നിട്ട് കാശ് അതിൻ്റെതായ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ കാശാണ്, അത് ഞാൻ തരാമെന്ന് പറഞ്ഞ് 2, 3, 4, 5 ലക്ഷം രൂപ കൊടുക്കാൻ തിരിച്ച് കൊടുത്താൽ മതി. ആ ഒരു സത്യസന്ധത. പക്ഷേ ചിലർ, ഇനി വേറൊരു കേസ്, മെസ്മറിസം അറിയാവുന്നവർ കാശ് വാങ്ങിച്ചിട്ട് ഈ ആൾ തിരിച്ചു പോയിക്കണമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും പുള്ളി മറന്നു പോകും. അങ്ങനെയാ. അത് ഇത് നെഗറ്റീവ് ഷെയറാണ് ഇതിന്റെ. നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളുകളുടെ മൈൻഡ് പറയാണ് ആള് കാശ് തരേണ്ട. അപ്പൊ എന്റെ അടുത്ത് പറയാം കാശ് കിട്ടാൻ ചോദിക്കാൻ പറ്റൂല. ആ കാശ് അല്ല, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, ഫോൺ വിളിച്ചാലും ചോദിക്കാൻ പറ്റുന്നില്ല. ഈ മന്ത്രവാദത്തിന്റെ വേറൊരു മനസ്സിനെ സ്വാധീനിക്കുന്നതിന്റെ വേറൊരു അതെ, മനസ്സിനെ നമുക്ക് ചിന്തകൾ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ഒരു ക്ലിയർ പാത്താണിത്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഇത് വളരെ സയന്റിഫിക്കലി പഠിക്കാൻ, മെസ്മറിസം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും കേട്ടോ. ഇത് പഠിപ്പിക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട് വളരെ കൃത്യമായി ഉത്തരവാദിത്തത്തോടെ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പഠിച്ചാൽ മാത്രമേ ഇതിന്റെ ഫുൾ ഫ്രണ്ട് നമുക്ക് മനസ്സിലാവും. ഇതിന്റെ പല കോഴ്സുകളും അവൈലബിൾ ആണ്, ഇന്റർനാഷണലിലും നാഷണലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിന്റെ ഒരു ക്ലിയർ പാത്ത് ഉണ്ട്. ഇതൊരു എളുപ്പ വഴിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വഴി. അതെ, സയന്റിഫിക്കലി ആയിട്ട് ഇത് പഠിക്കേണ്ടതുണ്ട്. ഇത് പലപ്പോഴും ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ പല ജീവിതത്തിലെ പല രഹസ്യങ്ങൾ, എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ രഹസ്യങ്ങൾ. ഈ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കും. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞത് ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡാണ്. കാരണം അല്ല, അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ല, ഉണ്ട്, ശരിയാണ്. അല്ല, കടം വാങ്ങിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കാൻ വരുമ്പോൾ ഒരു ബ്ലോക്ക് കിട്ടുമല്ലോ. ഇനി ചില ആളുകളുണ്ട്, നമ്മൾ വിചാരിക്കും അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, അവൻ്റെ അടുത്ത് ഒന്ന് ദേഷ്യപ്പെട്ടേക്കാം. അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ചിരി വരും. നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കാര്യം പറയാൻ പറ്റില്ല. നമുക്ക് എന്തോ ഒരു ബ്ലോക്ക്, നമ്മൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഇതിപ്പോൾ ചോദിക്കണം, നമ്മൾ പിന്നെ ചോദിക്കാം. ഇതെല്ലാം ഒരു മെസ്മറിസത്തിൻ്റെ ഒരു എനർജി ഉപയോഗിച്ച് ചെയ്യുന്ന. അതെ. അപ്പോൾ വീണ്ടും താഴെ കാണുന്ന നമ്മളോട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ.